അപ്പോ നൗഷാദ് തെക്കയിൽ നമ്മളിപ്പോ ശിരൂരിലാണ് നിൽക്കുന്നത്. ഏതാണ്ട് 70 ദിവസങ്ങൾക്കപ്പുറം ഉണ്ടായ ഒരു വലിയ അപകടത്തിന്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് 70 ദിവസങ്ങൾക്ക് ഇപ്പുറവും ഇപ്പോഴും ഗംഗാവലി പുഴയിൽ അർജുന് വേണ്ടി ട്രക്കിന് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണം തിരച്ചിൽ എത്രമാത്രം സാറ്റിസ്ഫാക്ടറി ആണ്, അല്ലെങ്കിൽ എത്രമാത്രം തൃപ്തികരമാണ്, എങ്ങനെയാണ് ആക്ഷൻ കമ്മിറ്റി ഇതിനെ നോക്കിക്കാണുന്നത്? അതില് ഇപ്പൊ ഒറ്റയടിക്ക് നമുക്കത് നിശ്ചയിച്ചുകൊണ്ട് തിരച്ചില് ശരിയായ രീതിയിലല്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഒരു ഏകോപനമില്ലായ്മ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു തിരച്ചിൽ കുറെ കാര്യങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചു. കുറെ ഇടപെടലുണ്ടായി. അതിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. പിന്നെ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബവുമായി ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ അമ്മയുടെ നിർദ്ദേശപ്രകാരം അവരുടെ അഭിപ്രായം മുഴുവനൊക്കെ എടുത്ത് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ. അല്ലാതെ നമ്മൾ വേറെ ഇത്തരം സംഭവങ്ങൾ അതിനിടയിൽ ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരാൾ എന്ന പേരിൽ ഇവിടെ നിന്ന് TV ചാനലുകളിൽ ഇവിടെ വളരെ പ്രകോപനപരമായിട്ടുള്ള രീതിയിലുള്ള ബൈറ്റ് കൊടുത്തതായിട്ട് കണ്ടു. അതുമായിട്ട് ആക്ഷൻ കമ്മിറ്റിക്ക് വല്ല ബന്ധവും? ഒരു ബന്ധവുമില്ല. അത് ഞങ്ങള് അദ്ദേഹത്തിന്റെ ബൈറ്റ് വന്ന മാധ്യമങ്ങളിൽ തന്നെ നമ്മൾ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള അറിയിക്കേണ്ട കേന്ദ്രങ്ങളിലും അറിയിച്ചിട്ടുണ്ട്. അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. അദ്ദേഹം നമ്മുടെ ആക്ഷൻ കമ്മിറ്റിയിൽ നിലവിലില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാക്കുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമര പ്രഖ്യാപനമോ ഒന്നും നടത്താനുള്ള ഒരു അധികാരവുമില്ല. നമ്മുടെ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹിയല്ല. ആക്ഷൻ കമ്മിറ്റിയുടെ യഥാർത്ഥത്തിൽ ആക്ഷൻ പ്ലാൻ എന്താണ് ആക്ഷൻ കമ്മിറ്റി ഇവിടെ ഇപ്പോ നിലവിൽ അതിനെ ക്ലോസ് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ? ഓരോ സ്റ്റെപ്പ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവലോകനം ആക്ഷൻ കമ്മിറ്റി നടത്തി വരുന്നുണ്ടാകും എന്നാണ് പ്രേക്ഷകർ കരുതേണ്ടത്. അപ്പോൾ ആ നിലയിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ എങ്ങനെയാണ് ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്? എന്തെല്ലാം കാര്യങ്ങളാണ് ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നത്? നമ്മുടെ അർജുന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാണാതാവുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ഈ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു കമ്മിറ്റി കൂടുന്നത് തന്നെ എല്ലാ ട്രേഡ് യൂണിയന്റെ ഭാരവാഹികളും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകളും സാമൂഹ്യ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും എല്ലാം കുടുംബത്തിന്റെ അറിവോടെയാണ് നമ്മൾ തുടങ്ങുന്നത്. അതിനുശേഷം ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്തും ആ വീട്ടിൽ പോയി അവിടെ അമ്മയെയും അച്ഛനെയും മറ്റുള്ളവരെയും കണ്ട് ബോധ്യപ്പെടുത്തി അവരുടെയും കൂടി ആഗ്രഹങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മൾ പകർത്തിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടൊന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളെ സമീപിച്ചപ്പം അവരുടെ സംസാരവും അവരിൽ നിന്നുള്ള ആവശ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ നിവേദനം നൽകിയത്. അപ്പൊ അതിന്റെ അനുസരിച്ചാണ് നമ്മൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി. അപ്പൊ കുറച്ചുകൂടി മുങ്ങൽ വിദഗ്ധരെ നിയോഗിക്കണം, അത് കേരളത്തിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്ത ആളുകളുണ്ട്, വേണ്ട രീതിയിൽ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യമനുസരിച്ച് അവർ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. കുടുംബത്തിനൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് എന്തെല്ലാം കാര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. മുങ്ങൽ വിദഗ്ധരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങളൊക്കെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതില് കുടുംബത്തിന്റെ കൺസെന്റോട് കൂടി ആണ് അവരിവിടേക്ക് വരിക എന്നാണോ ആക്ഷൻ കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും കുടുംബം ആവശ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയുള്ളൂ. കാരണം ഇപ്പം കുടുംബം നിലവിലുള്ള സർക്കാരുകളുടെ സമീപനത്തിൽ പ്രവർത്തനങ്ങളിൽ തൃപ്തരാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഈ മുങ്ങൽ വിദഗ്ധർ ഇപ്പോ അതിന് ഒരു പ്രസക്തി ഇവിടെ വരുന്നത് ഈശ്വർ മൽപ്പയെ പോലെ ഒരു സ്കൂബ ഡൈവർ ഇവിടെ ധാരാളം കാര്യങ്ങൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുന്നതിന്റെ സമാന്തരമായി തന്നെ ഈശ്വർ മൽപ്പയുടെ മുങ്ങൽ വിദഗ്ധൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ഒട്ടേറെ കാര്യങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ ഈ ഡൈവേഴ്സിനെ ഉപയോഗിക്കുന്നത് കുറെ കൂടി ഗുണകരമാകുമെന്ന് കമ്മിറ്റി കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ പഠിച്ചതിൽ മനസ്സിലാക്കുന്നത് കൂടുതൽ ഡൈവേഴ്സിനെ ഉപയോഗിക്കണം എന്ന് തന്നെയാണ്. എത്ര പേരെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്? നമ്മൾ 5 പേരെയാണ്. 5 പേര്. അവരുടെ ലിസ്റ്റാണ് സർക്കാർ നിവാരണ സമിതിക്ക് കൊടുത്തിട്ടുള്ളത്. അതിന്റെ പ്രോസസ് എവിടെ വരെ എത്തിയില്ല? അത് അവര് നമ്മുടെ അർജുന്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവര് ഈ തെരച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് അതോറിറ്റി അർജുന്റെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് എപ്പോഴാണോ ആവശ്യം വരിക ആ സമയത്ത് നമുക്ക് സജ്ജമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇപ്പൊ നേവിയുടെ ഇടപെടൽ ഇന്നാണ് ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നേവിയുടെ ഇടപെടലിന്റെ ഭാഗമായി ഒരു വാഹനത്തിന്റെ ബാക്ക് വീലും അതിന്റെ ഹൗസിംഗും ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ബാക്കിലെ ക്രാഷ് ഗാർഡ് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മനാഫ് ട്രക്ക് ഉടമ അത് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ കുറെ കൂടി ലക്ഷ്യത്തോട് അടുക്കുകയാണ് എന്നൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അല്ലെങ്കിൽ തിരച്ചിൽ വളരെ കൃത്യമായി ഊർജിതമായി കുറെ കൂടി ഏകോപിതമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഫലപ്രാപ്തിയിലെത്താൻ അധിക ദിവസം കാത്തിരിക്കേണ്ടി വരില്ല എന്നൊരു പ്രതീക്ഷയാണുള്ളത്. കുറച്ചുകൂടി ആളുകളെ ഉൾപ്പെടുത്തി, കുറച്ചുകൂടി യന്ത്ര സാമഗ്രികൾ ഉൾപ്പെടുത്തി ഒന്ന് വേഗത കൂട്ടണം. കാരണം കാലാവസ്ഥ എപ്പോഴാ മാറുക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ഈ പുഴയുടെ നമ്മൾ നിലവിലുള്ള ഒരു കൊണ്ടുവരാൻ മൂടിക്കെട്ടൽ ഉണ്ട്, 2 ദിവസത്തെ എന്തോ മുന്നറിയിപ്പും ഉണ്ട് എന്നാണ് നമുക്കറിയാൻ. ഒപ്പം ഇപ്പോ നമ്മൾ ഇന്ദ്രപാൽ നേരത്തെ ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ സേവനം ഇവിടെ ഇന്നു മുതൽ അദ്ദേഹം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഉച്ചയോടുകൂടി എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ സേവനം ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൂടി വരുമ്പോൾ ഈ ഏകോപനം ഇല്ലായ്മയുടെ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഏകോപനമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഈ ആക്ഷൻ കമ്മിറ്റിയുടെ സാന്നിധ്യം ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? ഞങ്ങൾ 2-3 ദിവസം നിൽക്കണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം സാഹചര്യം ആവശ്യമെങ്കിലാണല്ലോ നമ്മൾ നിൽക്കേണ്ടത്. അല്ലാതെ അനാവശ്യമായിട്ട് നമ്മൾ ഇവിടെ ധൃതിപ്പെടുത്തി അല്ലെ ഇവിടുത്തെ സാഹചര്യങ്ങൾ അവർക്ക് വേറൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ കരുതി, വളരെ ശ്രദ്ധയോടുകൂടി കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ആക്ഷൻ കമ്മിറ്റി തീരുമാനം. ഓക്കെ, ഇവിടുത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും എത്രത്തോളം പുരോഗതി ഉണ്ട് എന്ന് നേരിട്ട് കണ്ടറിയുന്നതിനും വേണ്ടിയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇന്ന് രാവിലെയോടുകൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരുടെ പ്രതീക്ഷ എത്രയും പെട്ടെന്ന് അർജുൻ ഓടിച്ച ട്രക്കിനെയും കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ളതാണ്. അതിനുള്ള എല്ലാ തരത്തിലുമുള്ള സന്നാഹങ്ങൾ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരും ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. എന്നാൽ എല്ലാം ഏകോപിതമായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമായ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള നീക്കമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു തെരച്ചിൽ അർത്ഥപൂർണമാകുന്ന രീതിയിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെ പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ ടോക്ക് നമുക്കിവിടെ